നമസ്കാരം. പവർ പോയിന്റിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അടക്കം പോസിബിലിറ്റി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് പവർ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമാധിയിലെ ദുരൂഹത നീങ്ങിയോ? എന്നോടൊപ്പം ഈ വിഷയത്തിൽ ഇതിൽ ചർച്ച ചെയ്യാൻ കേരളത്തിലെ പ്രമുഖ വേദപണ്ഡിതനും സനാതന വേദ പാഠശാലയുടെ അധ്യക്ഷനുമായ ബ്രഹ്മശ്രീ പ്രവീൺ ശർമ്മ ഹരിപ്പാട്, രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, സൈക്കോളജിസ്റ്റ് ഡോക്ടർ വാണി ദേവി എന്നിവരാണ്. ആദ്യം പ്രവീൺ ശർമ്മയിലേക്ക്. സമാധിയിലെ ദുരൂഹത നീങ്ങിയോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. അതായത് ഈ പോലീസ് തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പറയുകയാണ്, ഈ രാസപരിശോധനാ ഫലം, ഫോറൻസിക് പരിശോധനാ ഫലം അടക്കം പുറത്തു വരേണ്ടതുണ്ട്, എന്നിരുന്നാൽ മാത്രമേ അതൊന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. മഹാസമാധി അടക്കം ആചരിച്ചു. ഈ ഘട്ടത്തിൽ സമാധിയിലെ സത്യം അറിഞ്ഞോ എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. സമാധി എന്ന വാക്ക് തന്നെ ശരിയായ രീതിയിൽ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്. സമാധി എന്ന് പറഞ്ഞാൽ, ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അർത്ഥം. സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റേതായിരിക്കുന്ന ബുദ്ധിയും ഈശ്വരൻ്റേതായ ബുദ്ധിയും തമ്മിൽ ഒന്നിക്കുന്ന അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമാധിയിലേക്ക് വരിക, സാധാരണ ആളുകൾ ലൗകികമായ ജീവിതം നയിക്കുന്നവർ അവർ അവസാനം മരണം എന്ന് പറയുന്നു. എന്നാൽ ആത്മീയമായിരിക്കുന്ന സാധനാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിക്കുന്നവരുടെ ശ്വാസം അല്ലെങ്കിൽ ജീവൻ പോകുന്നത് കൃത്യമായിരിക്കുന്ന ഈ ഉപാസനാക്രമത്തിലൂടെയാണ്. അപ്പോൾ സമാധി എന്ന് പറയുമ്പോൾ ആ സമാധിക്ക് മുമ്പായിട്ട് ചില നിയമങ്ങൾ അനുശാസിക്കുന്നുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പൊന്തി വന്നപ്പോൾ ഈ സമാധി എന്ന വാക്കിനെ സമൂഹത്തിൽ തെറ്റായ ഒരു സന്ദേശമായി പ്രചരിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരീയമായിരിക്കുന്ന സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിൻ്റെ, നമ്മളെല്ലാവരും ജനിക്കുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റലായി കൊണ്ടുവരുന്ന ഒരു ശ്വാസമാണ്. തിരിച്ച് ശരീരം ജീർണിച്ച് നശിച്ചു കഴിയുമ്പോൾ തിരിച്ചു പോകാനുള്ളതും ശ്വാസം തന്നെയാണ്. അപ്പോൾ ആ ജീവൻ്റെ ശ്വാസഗതിയെ കൃത്യമായിരിക്കുന്ന സാധനാ പദ്ധതിയിലൂടെ തന്നെ മോക്ഷത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുന്ന വഴിയാണ് സമാധി. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഇതൊരു കൃത്രിമമായ കാര്യമാണ് എന്ന് പറഞ്ഞ് നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും സമൂഹത്തിൽ ഒരുപാട് അരാജകത്വം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ ശ്രമിക്കുന്നതായിട്ടാണ് ഇതിൽ നിന്ന് എനിക്ക്. അതല്ല, ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അടക്കം സാധ്യത, പോസിബിലിറ്റി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അത്രയ്ക്കുള്ള ആ തരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുന്നുമുണ്ട്. അങ്ങനെ കണ്ടെത്തിയാൽ എന്താവും പറയാൻ കഴിയുക എന്നുള്ളത്. ശ്വാസകോശ ഭസ്മം എന്ന് പറയുന്നത് അണുനാശിനിയാണ്. സകലവിധമായിരിക്കുന്ന രോഗങ്ങൾക്കും പണ്ട് തങ്കഭസ്മം, അതുപോലെ തന്നെ ഭസ്മ ചികിത്സ തന്നെയുണ്ട്. ഇപ്പോൾ ശ്വാസകോശത്തിലേക്ക് മഹാത്മാക്കളായ പല ആൾക്കാരെയും ഇരുത്തുന്ന സമയത്ത് ഒരു സമാധി ഇരുത്തുമ്പോൾ ഭസ്മം കൊണ്ട് മൂടിയിട്ടാണ് ആ സമാധിസ്ഥമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ സാക്ഷാത്കാരത്തിലേക്ക് പോയെങ്കിൽ പിന്നെ അവിടെ അണുനാശനത്തിൻ്റെ കാര്യമോ രാസപരിശോധന കാര്യമോ അവിടെ അവശേഷിക്കുന്നില്ല. അത് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ പൊക്കിക്കൊണ്ട് വരുന്നതിനകത്തിൽ യാതൊരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഇത് മറ്റുള്ള ആളുകളോ മാധ്യമപ്രവർത്തകരോ പറയുന്നതല്ല, പോലീസ് തന്നെ വ്യക്തമാക്കുന്നതാണ്. അതെ. അപ്പോൾ അതിൽ അങ്ങനെ കണ്ടെത്തിയാൽ ഈ പറഞ്ഞതൊക്കെ മാറില്ലേ എന്നുള്ളതാ. അങ്ങനെ കണ്ടെത്തിയില്ലല്ലോ, റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഒരു ദുരൂഹതയിൽ എയറിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഈ പ്രശ്നം ഇപ്പോൾ പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത് സമൂഹത്തിൽ ഒരു ധർമ്മത്തെ, സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ സമാധി എന്ന് പറയുന്ന വാക്ക് വളരെ പരമപവിത്രമായിട്ടുള്ളതാണ്. ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമി തിരുവടികൾ, മഹാവതാർ ബാബ, അതുപോലെ തന്നെ സ്വാമി അഭേദാനന്ദ സ്വാമികൾ, ഇങ്ങനെ ഈ കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഒക്കെ തന്നെ ധാരാളം ആളുകൾ സമാധിസ്ഥരായിട്ടുണ്ട്. അപ്പോൾ ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വാക്കിനെ മനഃപൂർവ്വം സമൂഹ മധ്യത്തിൽ കരുതേച്ച് കാണിക്കാൻ വേണ്ടി ഈ ഒരു സാഹചര്യത്തെ ഒരുപറ്റം ആളുകൾ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ രാസപരിശോധന എന്നാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, അതായത് നമ്മൾ ജീവിക്കുന്നത് നിയമത്തിന് കീഴിലാണ്, നമ്മൾ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തമുള്ളവരുമാണ്. ആ ഘട്ടത്തിൽ ഒരു മരണമുണ്ടാകുന്നു, ഒരു മാസ് പെറ്റീഷൻ പോവുകയാണ് സംശയത്തിന്റെ പേരിൽ. അപ്പോൾ ആ സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലേ?
സർക്കാരിന് തീർച്ചയായിട്ടും സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യതയുണ്ട്. നമ്മൾ നിയമത്തിന് താഴെയാണ് അല്ലെങ്കിൽ അധിവസിക്കുന്നത്. എന്നാൽ അതോടൊപ്പം ധർമ്മം, സംസ്കാരം, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളുമുണ്ട്. അത് ആർട്ടിക്കിൾ 25ഉം 26ഉം നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. സനാതനധർമ്മ പണ്ഡിതൻ പറഞ്ഞതുപോലെ ഹിന്ദു വിശ്വാസങ്ങളിൽ വളരെ പ്രധാനമാണ് സമാധി. സമാധിയെക്കുറിച്ച് വ്യത്യസ്ത കൺസെപ്റ്റുകൾ ഉണ്ടാകാം. അതായത് ഫ്രം സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിർവികൽപ്പ സമാധി, സവികൽപ്പ സമാധി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ പൊതുവേ നമ്മുടെ നാട്ടിൽ സമാധി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ യോഗിയായ സിദ്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രാണനും ജീവനും ആത്മാവും മറ്റും പ്രയാണം ചെയ്യുമ്പോൾ നമ്മളതിനെ സമാധി എന്നാണ് വിളിക്കാറുള്ളത്. സമാധി സ്ഥൽ എന്നൊക്കെ വാക്കുകൾ വരുന്ന അതിൽ നിന്നാണ്. ഇവിടെ ഒരു ഫൗൾ പ്ലേ ഉണ്ടെന്നുള്ളൊരു സംശയം ചില ആൾക്കാർ ഉന്നയിച്ചു. അത് ഞാൻ അടക്കമുള്ളവർ ആദ്യ ദിവസങ്ങളിൽ തന്നെ ചാനലിൽ വന്ന് പറഞ്ഞ കാര്യം, കോടതിയുടെ ഇടപെടൽ കൊണ്ട് ആ കല്ലറയുടെ ഉള്ളിൽ നിന്ന് ഒരു സത്യം എന്താണ് എന്നറിയാൻ അന്വേഷിക്കുന്നത് തെറ്റില്ല. പോലീസുകാർ ബൂട്ടിട്ട് വന്ന് അവിടുത്തെ ഒരു സീൻ ഉണ്ടാക്കുന്നതല്ല വേണ്ടത്. ആത്യന്തികമായി അങ്ങനെ സംഭവിച്ചു. ഹൈക്കോടതി ഒരു നോഡ് കൊടുത്തു. നമുക്കെല്ലാം കോടതി എന്ന് പറഞ്ഞാൽ ദൈവം കഴിഞ്ഞാൽ കോടതിയാണ്. കാര്യം പ്രത്യക്ഷമായിട്ട് വേറെ ആരും നമുക്കൊരു അധികാര സ്ഥാനമില്ല. അതുകൊണ്ട് കോടതി പറഞ്ഞു, മുമ്പോട്ട് പോയി. ഇനി ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നാളെ ഒരു ഫൗൾ പ്ലേ ഇല്ലെന്ന് കണ്ടാൽ ഈ റേസ് ചെയ്ത മാധ്യമങ്ങളും സോക്കോൾഡ് മാസ് പെറ്റീഷണേഴ്സും എല്ലാം ഗോപൻ സ്വാമിയുടെ കുടുംബത്തോടൊരു ഖേദപ്രകടനമെങ്കിലും നടത്താൻ റെഡിയാവണം. കാര്യം ഇവർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. മാസ് പെറ്റീഷൻ കൊടുക്കാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. വെറുതെ എഴുതി കൊടുക്കുകയോ ഓൺലൈനിൽ കൊടുക്കുകയോ ചെയ്താൽ മതി. പക്ഷേ അവരുടെ അച്ഛനെയും മറ്റുമാണ് അതിൽ നിന്ന് പുറത്തെടുത്തത്. അവർക്കെതിരെ വിഷമം ഉണ്ടായി കാണും. അതുകൊണ്ട് ഫൗൾ പ്ലേ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്കെതിരെ അറസ്റ്റ് പോലുള്ള നടപടികൾ വരും. എന്തായാലും രണ്ട് കാര്യം ഉറപ്പായി, ക്ഷതമില്ല, വേറെ ഇഞ്ചുറി ഒന്നുമില്ല, ഫിസിക്കലി യാതൊരു പ്രശ്നവുമില്ല. പ്രാഥമിക നിഗമനം ഫൗൾ പ്ലേ ഇല്ലെന്നാണ്. ഇനി 2 പോയിസൺ ഉള്ളിൽ ചെന്നോ എന്ന് മാത്രമാണ് തോന്നുന്നത്. കരിവാളിപ്പുണ്ടെന്ന് പറയും. ശരിയാണ്. ഇപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യമേ, ഇതിൽ നിന്നെല്ലാം നമ്മൾ പറയാതെ പറയുന്നത്, ഇത് ശരിയല്ലെങ്കിൽ പറയാതെ പറയുന്നത് വീട്ടുകാർ അദ്ദേഹത്തെ കൊന്നു എന്നാണ്. സ്വന്തം അച്ഛനെ മക്കൾ കൊന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുടുംബത്തിനത് ഭയങ്കര വേദനയായിരിക്കില്ലേ? അതുകൊണ്ട് ഫൗൾ പ്ലേ ഒന്നും ഇല്ലാന്ന് തെളിഞ്ഞാലെങ്കിലും ഗോപൻ സ്വാമിയുടെ സമാധിയിൽ പോയി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനും ആ കുടുംബത്തോട് മാപ്പ് പറയാനുമുള്ള ഒരു മനസ്സ് കാണിക്കണം. അങ്ങനെയല്ല, ഫൗൾ പ്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേസിൻ്റെ നടപടികളും വേണം. ആ രീതിയിൽ കാണണം. പക്ഷേ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്. സമാധി എന്ന വാക്കിനെ മോശമാക്കാൻ, ഹിന്ദു വിശ്വാസങ്ങളെല്ലാം ഇങ്ങനെ ചവിട്ടിത്തേക്കേണ്ട കാര്യങ്ങളാണെന്നൊരു തോന്നലുണ്ടാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ആ കുടുംബത്തിലെ ആ വ്യക്തിയും കൂടി അദ്ദേഹം ഇന്നൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ അനാവശ്യമായി ആക്രമിക്കുകയും അവരെ വേറെ മോശം പേര് ചേർത്ത് വിളിക്കുകയും ചെയ്യുന്നു എന്ന് ഒരു കാരണവശാലും ഒരു സമൂഹത്തിന് യോജിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് അദ്ദേഹം ഇന്ന് ക്ഷമ പറഞ്ഞിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. അപ്പോൾ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമായി വളർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഞാനെല്ലാം വിശ്വാസികളാണ്. എനിക്ക് പറ്റുമെങ്കിൽ ഈ വിധിന്യായങ്ങളൊക്കെ വന്നതിന് ശേഷം അവിടെ ഒന്ന് പോയി തൊഴുതാൽ കൊള്ളാമെന്നുണ്ട്. ഗോവൻ സ്വാമിയെക്കുറിച്ച് എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഇപ്പോൾ അറിഞ്ഞു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു യോഗ അല്ലെങ്കിൽ യോഗിയായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പോയി പ്രണമിക്കുന്നത് നമ്മുടെ ഹിന്ദു ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ പോലീസ് 2-3 കാര്യങ്ങൾ സംശയിക്കും. അസ്വാഭാവികത പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ തലയിലെ കരിവാളിപ്പ്, ശ്വാസകോശത്തിലടക്കം ഭസ്മത്തിന്റെ പോസിബിലിറ്റി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഭസ്മം കണ്ടെത്തിയാൽ അറിയില്ലല്ലോ എങ്ങനെയാണ് സംഭവിച്ചത് നമുക്കത് അറിയില്ലല്ലോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ വേറൊരു പ്രശ്നമുള്ളത്, ഒരു ദുരൂഹത വ്യവസായം പലപ്പോഴും ഉണ്ട്. അതായത് ദുരൂഹത ആരോപിച്ചാലേ നമുക്കൊരു ഗുമ്മുള്ളൂ. ഇപ്പോൾ ഉദാഹരണം എല്ലാവർക്കും അറിയാം, CBI പലതവണ അന്വേഷിച്ച് ബാലഭാസ്കറിന്റെ മരണം ആക്സിഡന്റ് ആണെന്ന് പറയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും അപഹസിക്കുന്ന, അധിക്ഷേപിക്കുന്ന രീതിയിൽ എത്രയോ പേര് കോണ്ടന്റ് ഓൺലൈനിലും യൂട്യൂബിലും ചെയ്യുന്നുണ്ട്. കാര്യം ദുരൂഹത ഉണ്ടെങ്കിലേ നമുക്കൊരു രസമുള്ളൂ. നമ്മുടെ ജീവിതത്തിലൊന്നും ത്രില്ലില്ലാത്തതുകൊണ്ട് ത്രില്ലർ സിനിമ കാണുന്നത് പോലെ ന്യൂസ് ചാനലുകളിൽ ഇങ്ങനെ ദുരൂഹത കണ്ടെത്തി പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ നേരെ മറിച്ച് ഇതല്ലാന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ആണെങ്കിൽ ശരിയാണ്, നമ്മളെല്ലാം കുറെ കൂടെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസങ്ങളെ ആരും ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, അതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ്. നാളെ ഞാനടക്കമുള്ള എൻ്റെ സമാധി എന്ന് പറയുന്ന ആശയത്തിൻ്റെ സെൻറ്റിമെൻസിനെ ആരും വേറെ ഏതെങ്കിലും കാര്യം മറയ്ക്കാനായിട്ടൊരു നമ്പറായിട്ട് ഉപയോഗിക്കരുത്. നേരെ തിരിച്ച് അങ്ങനെയൊന്നുമില്ല, ദുരൂഹതയൊന്നും ഇല്ലെങ്കിൽ ഒരു ഖേദപ്രകടനം നടത്താൻ നമ്മുടെ മാധ്യമങ്ങൾ മറക്കരുത്. കാര്യം മാസ് പെറ്റീഷനേഴ്സ് ഒന്നും ഒരു ചിലവില്ലല്ലോ, ചുമ്മാ പരാതി കൊടുത്താൽ പോരെ. ഡോക്ടർ വാണിദേവ്, ഇവിടെ ഉയർന്ന കാര്യങ്ങൾക്ക് അങ്ങേക്ക് സ്വാഭാവികമായി മറുപടി പറയാം. ഇപ്പോൾ ഇങ്ങനൊരു മാസ് പെറ്റീഷൻ ഉണ്ടാകുന്നു, ഒരു സംശയത്തിന്റെ പേരിലാണല്ലോ ഈ കോടതിയിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ നിയമ തരത്തിൽ അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത്. ഈ ഒരു സംശയം ദൂരീകരിക്കുക അത് സർക്കാരിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ്. അത് പുതിയ കാലത്തിൽ അത് ഒരു തെറ്റായി ഭവിക്കുമോ എന്നുള്ളത്? തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ, ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും അയാളൊരു സാമൂഹ്യ ജീവിയാണ്. ഒരാളുടെയും പേഴ്സണൽ സ്വത്തല്ല, സ്റ്റേറ്റിൻ്റെ സ്വത്താണ്. ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള അധികാരം, പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അയൽവക്കത്ത് താമസിക്കുന്നവർക്ക് പോലും അറിയില്ല. അപ്പം നാളെ ഇയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഇദ്ദേഹത്തിനെ തന്നെയാണോ അതിനകത്ത് മറവ് ചെയ്തിരിക്കുന്നത്, ഇതെല്ലാം ചോദ്യമാണ്, ഇതെല്ലാം സംശയമാണ്. ഈ സംശയം നമ്മൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാവുന്നതാണ്. നാളെ ഞാൻ മരിച്ചുപോയി എന്നൊരു ഡിക്ലറേഷൻ വന്നാൽ അതാരാണ് ബോധ്യപ്പെടുത്തുക സമൂഹത്തിനെ?
ഈ സമൂഹം എന്ന് പറയുന്നതിനകത്ത് എൻ്റെ ഉറ്റ സുഹൃത്തുക്കളുണ്ടാകാം, എന്നെ സ്നേഹിക്കുന്നവരുണ്ടാകാം, എൻ്റെ ശത്രുക്കളുണ്ടാവാം. ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഇനി ഈ ഭൂമിയിലില്ല എന്നുള്ളത് ഈ പറയുന്ന സ്നേഹിക്കുന്നവർക്കാണെങ്കിലും ശത്രുക്കൾക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും കുടുംബത്തിലുള്ളവർക്കാണെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഇമോഷണലി, ഫിസിയോളജിക്കലി ഓർ സൈക്കോളജിക്കലി ഓർ ഫിനാൻഷ്യലി ഏത് തരത്തിലും ഒരു ജീവി എന്നുള്ള നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാനുള്ള അവകാശമുണ്ട് ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഇയാളുടെ പ്രസൻസ് ഈ ലോകത്തിനി ഇല്ല എന്നുള്ളത് പലതരത്തിൽ ആ വ്യക്തിയുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് അവരെ വൈകാരികമായിട്ടായിരിക്കാം അഫക്റ്റ് ചെയ്യുന്നത്, സോഷ്യലി ആയിരിക്കാം അഫക്റ്റ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട സാധനമാണ്, ബോധ്യപ്പെടുത്തേണ്ട സാധനമാണ്. അതിനകത്ത് മാസ് പെറ്റീഷൻ കൊടുക്കാൻ ചിലവില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നാളെ രാഹുൽ ഈശ്വർ ഇല്ല എന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഈശ്വറിൻ്റെ കുടുംബത്തിന് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ. രാഹുൽ ഈശ്വർ ഇല്ല എന്നുള്ളത് എനിക്കും ബോധ്യപ്പെടണം. ഒരു സോഷ്യൽ ഫിഗറാണ്, എനിക്ക് ബോധ്യപ്പെടണം, ഈ സമൂഹത്തിന് ബോധ്യപ്പെടണം. എനിക്ക് നിയമം പറയാൻ, ഞാൻ നിയമത്തിൽ ഡിഗ്രി എടുത്ത ഒരു വ്യക്തിയല്ല, പക്ഷേ ഇതൊരു സൊസൈറ്റിയിൽ ഒരു വ്യക്തി സ്റ്റേറ്റിന്റെ ആളുകളാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഒരാളെ കുത്തി നമുക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ അത് ആ വ്യക്തിയും സ്റ്റേറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളല്ലേ? അല്ല, അങ്ങനെയാണല്ലോ ആ നിയമത്തിന്റെ വശം പോവുക. നിയമവശം പറയുമ്പോൾ ഞാൻ നിയമത്തിൽ ബിരുദമെടുത്ത വ്യക്തിയൊന്നുമല്ല, പക്ഷേ ഈ ലോകത്ത് ജീവിച്ച എക്സ്പീരിയൻസിൽ ഒരു സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നുള്ള നിലയിൽ ഞാൻ മരിച്ചത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടെന്ന ആവശ്യമുണ്ട്. ഇലക്ഷൻ ലിസ്റ്റിൽ എൻ്റെ പേര് വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എൻ്റെ മരണ സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എൻ്റെ സ്വത്ത് ഞാൻ അടുത്ത ആർക്ക് കൊടുക്കണം എന്നുള്ളതിനൊരു ലീഗൽ ഹയർ വരുമ്പോൾ, ഇതിനൊരു ക്ലെയിം വരുമ്പോൾ, എൻ്റെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് വേണം എന്നുണ്ടെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡെത്ത് ഡിക്ലെയർ ചെയ്യണം. ആര് ഡിക്ലെയർ ചെയ്യും? അത് അസ്വാഭാവികമായ മരണമാണെങ്കിലും സ്വാഭാവികമായ മരണമാണെങ്കിലും ഈ വ്യക്തി ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. നാളെ ഈ മരിച്ചുപോയി എന്ന് പറയുന്ന വ്യക്തി ഗോപൻ സ്വാമിയാണെന്ന് പറയുന്നു. കുറേ നാൾ കഴിയുമ്പോൾ സുകുമാരക്കുറുപ്പിനെ പോലെ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഇത് സുകുമാരക്കുറുപ്പിനെ പോലെ തന്നെ ആൾമാറാട്ടം നടത്തിയതാണെന്ന് പറയുന്നു. എങ്ങനെയാണ് തെളിയിക്കാൻ പോകുന്നത്? ഇതൊക്കെ നിയമത്തിൻ്റെ വശമല്ലേ? ഇതൊരു വ്യക്തിയെ മാത്രം, ആ മരണപ്പെട്ട വ്യക്തിയെയോ അയാളുടെ കുടുംബത്തിനെയോ മാത്രം അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. നാളെ വേറൊരാളെയും ഇതുപോലെ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയി, ഇതുപോലെ എന്ന് ഞാൻ പറയുമ്പോൾ ഇവരിത് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, സമാധിയായി എന്ന് പറഞ്ഞ് വളരെ രഹസ്യമായി ഇതുപോലെ ഒരു കല്ലറയും കെട്ടി അതിനകത്ത് വെച്ചിട്ട് അത് ഇന്ന ആളാണ്, നാളെ പറയുന്നത് ഡോക്ടർ വാണി ദേവി സമാധിയായി, ഞാൻ കല്ലറ കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെല്ലാം ക്രൈം നടക്കാം? സമാധിയാണ്, തുറക്കാൻ പാടില്ല, വിശ്വാസമാണ്. വിശ്വാസമാവാം എവിടെ? മറ്റൊരാൾക്ക് ഹാനികരമായ കാര്യങ്ങളില്ലാത്ത സ്ഥലത്ത് നമുക്ക് വിശ്വാസമാവാം. അല്ലാതെ നടക്കുന്ന എല്ലാ കാര്യത്തിനെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ശരി, അതാണ് ശ്രീ പ്രവീൺ ശർമ്മ. അതായത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വിശ്വാസത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ജീവിക്കുന്നത് ഒരു സൊസൈറ്റി, നമുക്കൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നിയമമുണ്ട്, ആ നിയമത്തിന്റെ അധീനതയിൽ നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തം ബാധ്യതയും ഒക്കെ നമ്മളുണ്ട്. അപ്പോൾ അതൊരു സാമൂഹ്യ പ്രശ്നമായി ഉയർന്നു. ഡോക്ടർ വാണി ദേവി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ നിയമസംഹിത ഇവിടെ സൃഷ്ടിക്കപ്പെട്ട കാലഘട്ടത്തിൽ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനിവിടെ സമാധിയായി. സമാധിയായി. അതുപോലെ തന്നെ കേരളത്തിലെ ഒരു ജില്ല, കോഴിക്കോട് ജില്ലയിലാണ് വടകര സിദ്ധാശ്രമം. അവിടെ ധാരാളം ആളുകൾ സമാധിയാവുന്നുണ്ട്. ഈ കേരളത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലും ഗോപൻ സ്വാമിയുടെ വിഷയത്തിൽ അയൽക്കാർ പോലും അറിഞ്ഞില്ല. അതിനൊരു രഹസ്യ സ്വഭാവം, ഞാൻ ആ ഭാഗത്തെയൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞതിലും പിറ്റേ ദിവസം അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളിലും ഒക്കെ തന്നെ നാട്ടുകാരെ അറിയിച്ചതിലും ഒക്കെ ഉണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കല്ലറ പൊളിച്ച് അത് പരിശോധിച്ച സമയത്ത് പ്രാഥമിക റിപ്പോർട്ടിൽ യാതൊരു തരത്തിലുള്ള ദുരൂഹതകളും ഇല്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അന്തിമമായ ഫലം വന്നിട്ടില്ല. അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അന്തിമമായ ഫലം വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഏതൊരു കാര്യത്തെ കുറിച്ചാണെങ്കിലും ശരി, അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് കമ്പീറ്റ് ഇൻ ടു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ.
അക്കാഡമിക്കൽ എഡ്യൂക്കേഷൻ്റെ പരിധിയിൽ വരുന്നതാണ് നിയമവും തത്വസംഹിതയൊക്കെ. പക്ഷേ ആധ്യാത്മികമായിരിക്കുന്ന വിഷയത്തിൽ ഒരു സാധകൻ, ഒരു താപസൻ അല്ലെങ്കിൽ ഒരു സന്യാസി സമാധിയാകുക എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടുവന്ന് നമുക്ക് നിയമം കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. സാറേ, ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. ഈ സാറ് പറഞ്ഞ 7 സ്റ്റേജസ് ഉണ്ട്. എട്ടാമത്തെ സ്റ്റേജാണ് സമാധി എന്ന് പറയുന്നത്. ഒരു സാധാരണ ലൗകിക ജീവിതം നയിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ എത്ര കാലം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ, എനിക്കതിനെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിയല്ല, എനിക്കൊരു ധാരണ 2 ആഴ്ച കൊണ്ട്, 1 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണോ ഒരു വ്യക്തിക്ക് സമാധിയിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത്? അത് പറയാൻ പറ്റും, അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഈ ആധ്യാത്മിക അനുഷ്ഠാനത്തിൽ ഒരു സന്യാസി, ഒരു സമാധിസ്ഥമായ അവസ്ഥയിൽ ഒരാൾ എത്തണമെങ്കിൽ പൂർവ്വജന്മത്ത് അദ്ദേഹത്തിന് അതിനുള്ള ഉപാസനാപരമായ ബലമുണ്ടെങ്കിൽ, ഇപ്പോൾ ശങ്കരാചാര്യര് 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം യോഗിയായി ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതിയത്. സാർ, ഈ പറയുന്ന പോലെ പഴയ ജന്മത്തിനെ കുറിച്ച് പറയുന്നു. ആ പൂർവ്വ ജന്മത്തിൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് കരുതുക. ഈ പറയുന്ന പഴയ ജന്മത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയ ശക്തി എങ്ങനെയാണ് ഈ ജന്മത്തിലെ അവനവന്റെ പേഴ്സണാലിറ്റിയിലോ സമൂഹത്തിനോടുള്ള ഇന്ററാക്ഷനിലോ ഒരാള് പ്രതിഫലിപ്പിക്കുന്നത്? ഇതിപ്പോ അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹത്തിനാണ്. അല്ല, അത് ഉണ്ടാവണ്ടേ? പഞ്ചസാരയ്ക്ക് മധുരം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏതറിവും അനുഭൂതിയുടെ തലത്തിലെത്തണം. ഇത് അറിവല്ല സർ. ഇത് എന്റെ ചോദ്യം അറിവല്ല. ഒരാൾക്ക് പൂർവ്വജന്മത്തിൽ നിന്ന് കിട്ടിയ ശക്തിയുടെ ബാക്കിയായിട്ട് ഇത്ര കാലം കൊണ്ട് അയാൾക്ക് സമാധിയിലേക്ക് എത്താൻ പറ്റും എന്ന് സാറ് വാദിക്കുമ്പോ ശരി, ബാക്കിയാണ് എന്നിരിക്കെ 16 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം 50 കൊല്ലം ഈ സമൂഹത്തിൽ അയാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് തീർച്ചയായും കഴിഞ്ഞ ജന്മത്തിന്റെ ശക്തിയുടെ ബാക്കിയായിരിക്കണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങളെ ഗ്രഹിക്കാനും ഈ പറയുന്ന 8 സ്റ്റേജസിൽ പല സ്ഥലങ്ങളിലും ബ്രെത്ത് കൺട്രോൾ പറയുന്നുണ്ട്, സോഷ്യൽ കൺട്രോൾ ആൻഡ് റൂൾസ് പറയുന്നുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ടാവണം. ഈ വ്യത്യാസം നമ്മൾ കാണുന്നുണ്ടോ? അതായത് റീഇൻകാർണേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മളുടെ ഹൈന്ദവ ഭാരതീയ വിശ്വാസത്തിൽ പെടുന്നതാണ്. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി, അതിനെക്കുറിച്ച് ഒരു ചെയർ തന്നെയുണ്ട്. അത് യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെർസെപ്ച്വൽ സ്റ്റഡീസാണ്. ഇയാൻ സ്റ്റീവൻസൺ, ബ്രയാൻ വെയ്സ് അടക്കമുള്ള ലോകത്തിലെ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞർ അതിന് നേതൃത്വം കൊടുക്കുകയും ഇയാൻ സ്റ്റീവൻസൺ ആണ് അതിനുള്ള ഗ്രാൻറ്റും മറ്റും കൊടുക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെർസെപ്ച്വൽ സ്റ്റഡീസ് വളരെ ആക്റ്റീവായി പോകുന്നതാണ്. അവരടക്കം സജസ്റ്റ് ചെയ്യുന്നതും അവരടക്കം കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ തീസിസ് എന്ന് പറയുന്നത് ഈ കോൺഷ്യസ്നെസ് മരണത്തെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഒരു യൂണിവേഴ്സിറ്റിയിലെ ചെയറാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ കഴിയുന്ന, നമ്മുടെ വിശ്വാസവുമായി ഒന്നും ബന്ധപ്പെട്ടതല്ല. പക്ഷേ അങ്ങനെ റീഇൻകാർണേഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ പഠനമുണ്ട്. ഇപ്പോൾ ഇയാൻ സ്റ്റീവൻസന്റെ പ്രശസ്തമായ പുസ്തകം തന്നെയുണ്ട്, 20 കേസസ് ഓഫ് സജസ്റ്റീവ് റീഇൻകാർണേഷൻ. ഇന്ത്യയിലൊക്കെ എക്സ്റ്റൻസീവ്ലി വന്നിട്ടുണ്ട്. ഇനി കൗതുകമുള്ളൊരു കാര്യം കൂടെയുണ്ട്, പ്രത്യേകിച്ച് ജയ്ഹിന്ദ് ചാനലും കൂടി ആയതുകൊണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് പോരാടുന്നതിനിടയ്ക്ക് ഒരു പെൺകുട്ടിക്ക് പുനർജന്മത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറഞ്ഞ് സാക്ഷാൽ മഹാത്മാഗാന്ധി അതിനൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ത്രീയുടെ പേര് ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇത് ശരിയാകാം, തെറ്റാകാം, ഇത് ശാസ്ത്രീയമാകാം, അല്ലാതെയാകാം. പക്ഷേ ഈ വിശ്വാസങ്ങൾ വളരെ ആഴത്തിലുണ്ട് എന്ന് മഹാത്മാഗാന്ധിയുടെ ആ എക്സാമ്പിളിലൂടെയോ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയ, നമ്മുടെ നാട്ടിൽ പോലും അല്ല, ഒരു വിദേശ സർവകലാശാല അടക്കം പഠിക്കുന്ന വിഷയങ്ങളാണ്. അതായത് എംപിരിക്കലി സ്റ്റഡി ചെയ്യുന്ന വിഷയങ്ങളാണ്. അപ്പം ഇതെല്ലാം വിശ്വാസത്തെ ബിലിറ്റിൽ ചെയ്യാൻ, കൊച്ചാക്കാൻ, മോശമാക്കാൻ നമ്മൾ ഉപയോഗിക്കരുതെന്നുള്ളതാണ്. എന്റെ ചോദ്യവും അത് തന്നെയാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പഴയ ജന്മത്തിലെ ശക്തിയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ജന്മത്തിൽ ആ ശക്തിയുടെ പ്രതിഫലനം ഉണ്ടായിരിക്കണം സമൂഹത്തിൽ, അദ്ദേഹത്തിന്റെ ചിന്തകളിൽ. എന്നാൽ സാർ ഈ പറയുന്നത് പോലെ വളരെ ചെറിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹത്തിന് സമാധിയിലേക്ക് എത്താം. അവിടെ പറയാനുള്ളത്, ഒരു വ്യക്തിക്ക് അധപ്പതനത്തിൽ നിന്നും മഹത്വത്തിലേക്ക് കടക്കാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. കാരണം കാട്ടാളനായിരുന്നു രത്നാകരൻ. ആ നമ്മൾ ഇന്ന് ലോക മഹാകാവ്യമായിരിക്കുന്ന രാമായണത്തെക്കുറിച്ച് എല്ലാവരും പഠിക്കുന്നു വിശദമായിട്ട്. ആ രാമായണം രചിച്ച രത്നാകരൻ കാട്ടാളനായിരുന്നു പൂർവ്വജന്മത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് നല്ല ആളുകളുമായിട്ടുള്ള സമ്പർക്കം കിട്ടിയപ്പോൾ മാത്രേണ അദ്ദേഹം മാറി പരിവർത്തനം ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു സന്യാസിയായി അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് നമ്മൾ വായിക്കുന്ന രാമായണം. അത് വായിക്കുമ്പോൾ ആരും കാട്ടാളം വാൽമീകിയുടെ രാമായണമാണെന്നല്ല പറയുന്നത്, വാൽമീകി മഹർഷിയുടെ എന്നാണ്. അപ്പോൾ ഒരു മനുഷ്യന് ആന്തരികമായ പ്രചോദനവും പരിവർത്തനവും ഉണ്ടാകാൻ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി. ഇവിടെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന കുപ്രസിദ്ധരായിരിക്കുന്ന പലരും
പിന്നീട് അവരുടെ ആ അക്രമ വഴികൾ ഉപേക്ഷിച്ചതിന് ശേഷം സന്യാസ ജീവിതം നയിച്ച് സമൂഹത്തിന് വേണ്ടി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ദൈവികമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരെ ഉദാഹരണം തരാനുണ്ട്. നക്സലുകൾ എങ്ങനെ മാറി? ഇതൊന്നും നമ്മുടെ സമൂഹത്തിന്റെ സംശയം മാറ്റിക്കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയാനുള്ള ഒരു വാദമല്ല. ഈ ഒരാള് മരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് മരിച്ചതെന്നും ആ മരണം എങ്ങനെ സംഭവിച്ചു എന്നും സമൂഹത്തിന് അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കാൻ പോകുന്ന വാദങ്ങളല്ല ഇതൊന്നും തന്നെ. അവിടെയാണ് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളത്. ആ സമൂഹം എന്ന് പറഞ്ഞാൽ ആരാ? അപ്പോൾ ഈ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് VSDP, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള ആൾക്കാരൊക്കെ. അവരൊക്കെ വളരെ ബഹുമാന്യരായ സമൂഹത്തിലെ സമുദായവും സമൂഹ നേതാക്കളാണ്. അവരടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടു. അപ്പോൾ അവരുടെയും കൂടെ നിലപാട് നോക്കണം. അപ്പോൾ അവസാനം എന്താ ഇതിൻ്റെ ബാലൻസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്? ബഹുമാനപ്പെട്ട കോടതിയിലേക്ക് വന്നു. കോടതി ചോദിച്ചു ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പം കോടതി എന്ത് ചെയ്തു? ഒരു നോഡാണ് മുമ്പോട്ട് പോവുക. ആ ഒരു സമീപനമല്ലേ എടുക്കാൻ പറ്റൂ ഈ വിഷയത്തെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ആ കുടുംബത്തിലെ ആൾക്കാർ തന്നെ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു വർഗീയ വിഷയമായിട്ടോ ഒരു ഹിന്ദു മുസ്ലിം വിഷയമായിട്ടോ മാറ്റരുത്, സത്യം. പക്ഷേ അവരോട് ബഹുമാനമില്ലായ്മയോടെ ചില ആൾക്കാരെങ്കിലും സമീപിച്ചതാണ് ചില വിശ്വാസിയെങ്കിലും വിഷമിപ്പിക്കുന്നത്. അതായത് ഒരു സമാധിയായെന്ന് പറഞ്ഞപ്പോഴോ ഒരു വിശ്വാസ പശ്ചാത്തലമുള്ള കുടുംബം ഉണ്ടായപ്പോഴോ അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ എന്തൊക്കെയോ തെറ്റുകൾ പറഞ്ഞ് ചില ആൾക്കാർ TV ചാനൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത് അവരെ അപമാനിക്കാനും അധിക്ഷേപിക്കാനുള്ളൊരു സ്പേസ് അല്ല. നമ്മൾ ബഹുമാനത്തോടെ കാണണം. അൺലെസ് ആൻഡ് അൺടിൽ പോലീസിന് നാളെ മറ്റൊരു ക്ലെയിം ഉണ്ടെന്നിരിക്കട്ടെ, തീർച്ചയായിട്ടും നമ്മളെല്ലാം ചോദ്യം ചെയ്യില്ലേ? പോലീസ് നാളെ കണ്ടെത്തിയെന്നിരിക്കട്ടെ. ഒരിക്കലും കണ്ടെത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പോലീസ് ഏതെങ്കിലും വിഷാംശം കണ്ടെത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്റ്റഡ് ആണെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഓർലി അഡ്മിനിസ്ട്രേറ്റഡ് ആണെന്ന് കണ്ടെത്തി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ തിരിയും. പക്ഷേ അത് ഇല്ലെങ്കിൽ നമുക്ക് ആ സമൂഹത്തെ അവരെ ബഹുമാനിക്കണം. പലപ്പോഴും ആ സമൂഹം അവരെ, അല്ലെങ്കിൽ സമൂഹത്തിലെ ചില ആൾക്കാർ അവരെ അധിക്ഷേപിക്കുന്ന ഒരു സമീപനം എടുക്കണം. ഡോക്ടർ വാണി, അതായത് ഇനി ഒരുപക്ഷെ നാളെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ ഇതിൽ ഒരു യാതൊരു തരത്തിലുള്ള അസ്വാഭാവികമില്ല, സ്വാഭാവികമാണ് എന്നിരിക്കട്ടെ, ഇതിൽ പ്രശ്നമുണ്ടാക്കിയ അവിടെയുള്ള നാട്ടുകാരും ആ വീട്ടുകാരും അതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കില്ലേ? ഇതിനകത്ത് അസ്വാഭാവികത ഇല്ല എന്നാണെങ്കിൽ പോലും ഈ നടത്തിയ ഒരു പ്രൊസീജിയേഴ്സും ഇതിൽ നടക്കാൻ പാടില്ലാത്തതല്ല. ഇവിടെ ഒരു കൊലപാതകം മാത്രമല്ല ആരോപിക്കപ്പെടുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ കൊലപാതകമാണ്, അല്ലെങ്കിൽ മക്കൾ അച്ഛനെ കൊന്നു എന്നുള്ളൊരു വാദമല്ല. രഹസ്യ സ്വഭാവം, ഡെത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ രഹസ്യ സ്വഭാവത്തിനെ മാറ്റണം. ഒരാൾ ലോകത്തിൽ ഇല്ലാതായി എന്ന് പറഞ്ഞാൽ അയാൾ ഇല്ലാതായി എന്നുള്ളത് മറ്റുള്ളവർക്ക് കണ്ടു ബോധ്യപ്പെടണം. ഇതാണ് അതിനകത്തുള്ള വാദം, ഇതാണ് അതിനകത്തുള്ള സോഷ്യൽ നോം എന്ന് പറയുന്നത്. പിന്നീടാണ് അത് സ്വാഭാവികമോ അസ്വാഭാവികമോ എന്നുള്ള ചോദ്യം വരുന്നത്. അപ്പം ഇവിടെ മെയിൻലി ക്വസ്റ്റ്യൻ ചെയ്യും എൻ്റെ വാദമെങ്കിലും ഞാൻ ചിന്തിക്കുന്ന രീതി ഇതാണ്. എല്ലാ സമൂഹത്തിലെ എല്ലാവരും അങ്ങനെയാണോ ചിന്തിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇതിനകത്തെ രഹസ്യ സ്വഭാവം മാറണം. ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആരെയും അറിയിക്കാതെ അടക്കം ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒരു കാരണവശാലും അനുകൂലിക്കാൻ സാധിക്കുന്നതല്ല. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അദ്ദേഹം തന്നെ ആണെന്നും മരണപ്പെട്ടിട്ടുണ്ട് എന്നും ഉറപ്പ് വരുത്തുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് കോടതി ഇടപെട്ട് ഈ നടത്തിയ പ്രോസസ്സ് എല്ലാം. ഈ പ്രൊസീജിയർ നടക്കണം. ഇതിനകത്ത് അസ്വാഭാവികത ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അസ്വാഭാവികത ഇല്ല, പക്ഷേ ഈ സംശയം ദൂരീകരിക്കണമല്ലോ. നാളെ നമ്മളുടെ ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഇത് എന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് വിശ്വാസം വരണമല്ലോ. അതിനുവേണ്ടി ഈ പ്രോസസ്സ് നടക്കേണ്ടത് തന്നെയാണ്. ഓക്കെ, അതായത് ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യം തന്നെ സിമ്പിളാണ്. ഇവിടെ രഹസ്യ സ്വഭാവം അത് മാറണം എന്ന് മാത്രമാണ് അയൽക്കാരടക്കം അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരടക്കം പറയുന്ന കാര്യം. പക്ഷേ ഇത് മതവികാരത്തെ വ്രണപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നോ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവേണ്ട. ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തെ വീട്ടുകാരും അതോ അങ്ങനെ തന്നെ സമീപിച്ചിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നല്ലോ. ഞാൻ നോക്കിയെടുത്തോളം അവർ വളരെ ദുർബലരാണ്. അവരെ ആ സന്ദർഭത്തിൽ ആരും തന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും ഇല്ല. അവർ കിടന്ന് കരയുന്നതും ആത്മാഹുതി ചെയ്യുമെന്ന് പറയുന്നതും ലോകത്തിൻ്റെ എല്ലാ മുമ്പിൽ അവരെ കരുതേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളടക്കം ഉള്ള പെരുമാറ്റങ്ങൾ അത്തരത്തിൽ വന്നു. ഇപ്പോൾ അതിൻ്റെ ആധ്യാത്മികമായൊരു വശത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊരു വ്യക്തിക്കും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊരു വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള റൈറ്റും ഭരണഘടന ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുമത ആചാരപ്രകാരം ഒരാൾ സമാധിയാകുക എന്ന് പറയുമ്പോൾ നോക്കുക, സനാതന ധർമ്മം എന്ന് പറയുന്നത് മതങ്ങളുടെ മാതാവായിട്ടാണ് സനാതന ധർമ്മത്തെ നമ്മൾ കൽപ്പിക്കുന്നത്. അതായത് സ്വാമി വിവേകാനന്ദൻ ആദ്യമായി അമേരിക്കയിൽ പോയിട്ട് സനാതന ധർമ്മത്തെ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയ ആദ്യത്തെ സന്യാസിയാണ്. അപ്പോൾ ഈ ലോകരാജ്യങ്ങൾ പോലും അംഗീകരിക്കുന്ന ഒരു ധർമ്മമാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മം ഇവിടെ ക്രിസ്ത്യാനിയെ ഉൾക്കൊള്ളാനും
മുസ്ലിം മതത്തെ ഉൾക്കൊള്ളാനും അവരുടെ ആചാരങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം, സിവിൽ റൈറ്റും അല്ലാതെയുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്ക് കൊടുത്തിട്ടുണ്ട്, സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു മതത്തിൻ്റെ, ഒരു ധർമ്മത്തിൻ്റെ, ഒരു സംസ്കാരത്തെ സമൂഹത്തിൻ്റെ മതത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കാനും ചവിട്ടിത്തേക്കാനും വേണ്ടിയിട്ട് ഇത്തരം സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് തെറ്റ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തിരിച്ചുകൊണ്ട് ഇതിനകത്ത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ടാൽ, അതായത് ഈ പറയുന്ന അവസ്ഥയിൽ രാഹുൽ ഈശ്വർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഇത്രയും മഹത്തരമായ ഒരു വിശ്വാസത്തിനെ മറ പിടിച്ചുകൊണ്ട് നാളെ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു മറയും ഇതാകരുത്. അങ്ങനെ തെളിവില്ല, നമുക്ക് തെളിവില്ല, ആ തെളിവാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് നടത്തുന്നത്. അവിടെ ഇത് വിശ്വാസമാണ്, അതുകൊണ്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ എന്നെ പിടിച്ച് ഇതുപോലെ അടക്കിയിട്ട് ദാ വാണി മരിച്ചു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ വെച്ചാൽ മതി. എനിക്ക് ആധ്യാത്മികതയും വിശ്വാസവും കാഷായ വസ്ത്രവും ഇല്ലാതിരിക്കുന്നത് കൊണ്ടും ഞാനൊരു സാധാരണ വിശ്വാസി ആയതുകൊണ്ടും മാത്രവും ആരും സമാധി എന്നുള്ള പേര് പറയാൻ വരില്ല. അവിടെ ആരും എൻ്റെ കല്ലറ പൊളിക്കരുത്, വിശ്വാസത്തിനെ ഹനിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിനെ വിശ്വാസത്തിൽ പിടിച്ച് കൂട്ടിക്കെട്ടി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഒരു കാര്യം എല്ലാവരും എഗ്രി ചെയ്യുന്നതാണ്, നമ്മുടെ ഒരു വിദ്വേഷപരമായ പരാമർശങ്ങൾ വരരുത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ സനന്ദൻ, അദ്ദേഹം ഇന്ന് മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞുവിടാത്തൊരു വാക്ക്, ആ വാക്ക് ഞാൻ വീണ്ടും പറയുന്നില്ല, മുസ്ലിം സമൂഹത്തോട് ചേർത്ത് വെച്ച് പറഞ്ഞുവിടാത്തൊരു വാക്ക് പറഞ്ഞു. അപ്പം ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ മാനസിക സ്ഥിതിയിൽ നിന്ന് പറഞ്ഞു പോയതാണ്. ആ ക്ഷമ നമ്മുടെ പൊതുസമൂഹം സ്വീകരിക്കണം. എനിക്ക് തോന്നുന്നു ഒരു നല്ല കൺസെൻസസിലേക്ക് അതിൻ്റെ ഒരു വിഷയം അവസാനിക്കാൻ പോവാണ്. അൺലെസ് ഒരു 10 ഡേയ്സിന് ശേഷം വരുന്ന ഏതെങ്കിലും ഫൗൾ പ്ലേയോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ വിഷയങ്ങൾ അവസാനിക്കാൻ പോവാണ്. ഈ വിഷയത്തിൽ പൊതുസമൂഹം എടുക്കേണ്ടത് സമാധിയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അതോടൊപ്പം എല്ലാ മതസമൂഹങ്ങളുടെയും ആചാരവിശ്വാസങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും ഉള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. കാര്യം ഇത് കുംഭമേള നടക്കുന്ന സഭ കൂടെയാണ്. ഇന്ത്യയിലെ തമാശ എന്ന് പറഞ്ഞാൽ ഈ ഐഫോണിൻ്റെ ഉപജ്ഞാതാവോ സൃഷ്ടാവോ ആയ സ്റ്റീവ് ജോബ്സ് കുംഭമേളയ്ക്ക് വരാൻ വളരെ ആഗ്രഹം പഠിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. ആ സ്റ്റീവ് ജോബ്സ് കണ്ടുപിടിച്ച ഐഫോണിൽ കുംഭമേളയെക്കുറിച്ച് കുറ്റം പറഞ്ഞ് കുംഭമേള പിന്തിരിപ്പനാണ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത്. അതായത് കുംഭമേളയ്ക്ക് വരാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യയിൽ വരുന്നു. അതേ ഐഫോൺ എടുത്ത് കുംഭമേള വളരെ മോശമാണ്, ഭയങ്കര പിന്തിരിപ്പനാണ്, അശാസ്ത്രീയമാണ് എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ലോക സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്ന് മാത്രമാണ് അഭ്യർത്ഥന. ഓക്കെ, ഇവിടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പരിശോധനാ ഫലം പുറത്തു വരും. എന്നിരുന്നാൽ മാത്രമേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിൽ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, സത്യം പുറത്തു വരണം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ 3 പാനലിസ്റ്റുകൾക്ക് നന്ദി പറയുന്നു. പവർ പോയിന്റ് പൂർണ്ണമാവുന്നു. ജയ് ഹിന്ദ്.